പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. ജെറമിയ 29:6. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവീൻ. അപ്പോൾ കല്യാണം കഴിക്കാത്തവരെല്ലാം വേഗം പോയി കല്യാണം കഴിക്കുവീൻ. കുടുംബജീവിതത്തിന് വലിയ വിലയുണ്ട്. കുടുംബജീവിതം, ഒരു സ്ത്രീ സ്ത്രീയായും ഒരു പുരുഷൻ പുരുഷനായും ജീവിക്കുന്നതിന് വലിയ സ്ഥാനമുണ്ട്. അതിനുശേഷം അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് വലിയ വിലയുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ചുമ്മാ സള്ളി അടിച്ച് നടക്കണതിന് വലിയ വിലയില്ല. കല്യാണം കഴിച്ചിട്ട് വേഗം തന്നെ സന്താനങ്ങൾക്ക് ജന്മം നൽകണം എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ചിട്ട് ഉടനെ തീരുമാനം എടുക്കുകയാണ്, നമുക്ക് ഉടനെ കുട്ടികൾ വേണ്ട, 5 വർഷം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു വലിയ ദോഷകരമായൊരു ചിന്തയാണ് നിങ്ങളെ ഭരിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് കല്യാണം തരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് നിങ്ങൾക്ക് ധാരാളം സന്താന പുഷ്ടിയുണ്ടാകണം. നിങ്ങൾ കല്യാണം കഴിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ സന്താനങ്ങൾക്ക് ജന്മം നൽകുവീൻ. നിങ്ങൾ സന്താനങ്ങൾക്ക് ജന്മം നൽകുവീൻ. നിങ്ങളുടെ പുത്രീ പുത്രന്മാരെയും വേഗം പിടിച്ച് കെട്ടിക്കുവീൻ. അവർക്ക് പ്രായമായില്ല, അല്ലെങ്കിൽ അവർ പഠിക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ട്, ലോൺ വീട്ടിയിട്ട് കെട്ടിക്കാം, അങ്ങനെ വിചാരിച്ചിരിക്കരുത്. വലിയ അബദ്ധമാണ്. ലോണും കല്യാണവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ജോലിയും കല്യാണവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. വീട് വെക്കലും കല്യാണവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. അത് കല്യാണം കഴിയുമ്പം തന്നെ നടന്നോളും. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കുടുംബത്തിൽ സമ്പത്തുണ്ടാവും. നമ്മൾ ദൈവവചനം അനുസരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പിടിച്ച് വേഗം കെട്ടിക്കുക. വയസ്സ് 40 എന്നിട്ടും അപ്പം പറയാണ് പ്രായമൊന്നും ആയിട്ടില്ല, അവന് പ്രായമായിട്ടില്ലെന്ന്. 40 ഹല്ലേലൂയ. ചില ആളുകൾ അങ്ങനെ 40 ശേഷം പിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ നടക്കണില്ല. കാരണം ആ സമയത്ത് ഇവിടുന്ന് പിന്നെ പെണ്ണിനെ കിട്ടുന്നത്. അങ്ങനെ 50 വയസ്സ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ആളുകളുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ച് 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോൾ പെണ്ണിനെ കിട്ടാനില്ല. എന്നിട്ട് 10 വർഷം അന്വേഷിച്ചിട്ട് പെണ്ണിനെ കിട്ടിയില്ല. 50 വയസ്സ് കഴിഞ്ഞു. എന്താ ചെയ്യുക?
എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ വേഗം പിടിച്ച് കെട്ടിക്കണം. പൈസയോ അതൊന്നും നോക്കാൻ നിൽക്കരുത്, നിങ്ങൾ വേഗം പിടിച്ച് കെട്ടിക്കണം. കല്യാണം കഴിക്കുന്നവർ ശ്രദ്ധിക്കുക, എന്തിനാ വേഗം പിടിച്ച് കെട്ടിക്കണത്? അവർക്കും മക്കളുണ്ടാകട്ടെ, അവർക്കും മക്കളുണ്ടാകട്ടെ. എന്തിനാ അവർക്ക് മക്കളുണ്ടാകണത്? നിങ്ങൾ പെരുകണം, പെരുകണം, പെരുകുക. നിങ്ങൾ പെറ്റ് പെരുകണം തന്നെയാണ് ശരിക്കും ഈശോ ആഗ്രഹിക്കുന്നത്. പെറ്റ് പെരുകണം. എന്തിനാ പെറ്റ് പെരുകണത്? നമ്മൾ പെറ്റ് പെരുകണത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പെറ്റ് പെരുകണത് നമ്മുടെ കുടുംബത്തിൽ വിശുദ്ധി ഉണ്ടാകാൻ, നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ, നമ്മുടെ കുടുംബത്തിൽ രോഗങ്ങളധികം വരാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ പിശാചിൻ്റെ ഉപദ്രവങ്ങൾ വരാതിരിക്കാൻ ദൈവം നൽകുന്ന ഒരൊറ്റമൂലിയാണ് സന്താനപുഷ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിപ്രഷൻ വരാതിരിക്കാൻ, മാനസിക രോഗങ്ങൾ വരാതിരിക്കാൻ, വലിയ തരത്തിലുള്ള സാമ്പത്തിക തകർച്ച വരാതിരിക്കാൻ കർത്താവ് നൽകുന്ന ഒരൊറ്റമൂലിയാണ് സന്താനപുഷ്ടി. ഈ കുറേ മക്കളുള്ളവർ മരിക്കുമ്പോൾ അവരുടെ മുഖം നോക്കി അറിയാം, ദൈവമേ, ഒരു മഹാവിശുദ്ധൻ മരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ നല്ല പ്രകാശം അവരുടെ മുഖത്ത് കാണാൻ പറ്റും, അവരുടെ മുഖത്ത് കാണാൻ പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ് കല്യാണം എന്ന വിഷയത്തെ നമ്മൾ ആദരിക്കണം. അതിനുശേഷം കല്യാണം എന്ന വിഷയത്തെ നമ്മൾ ആദരിക്കുക മാത്രമല്ല, കുടുംബ ജീവിതത്തെ നമ്മൾ മാനിക്കണം. കുടുംബത്തിന് വിലയുണ്ട്, കുടുംബ ജീവിതത്തിന് വിലയുണ്ട്. നമ്മളതിനെ ആദരിക്കണം, മാനിക്കണം. എന്നിട്ട് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിലയുള്ളതാണ് കുടുംബത്തിലെ ജീവിത പങ്കാളി, ജീവിത പങ്കാളി. അത് കഴിഞ്ഞാൽ പിന്നെ വിലയുള്ളതാണ് കുടുംബത്തിൽ ദൈവം തരുന്ന മക്കൾ. കുടുംബം കല്യാണം കഴിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടിയാണ് കല്യാണം കഴിക്കണമെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. അത് തെറ്റാണ്. മക്കളില്ലാത്ത കുടുംബങ്ങളുണ്ടായിരിക്കും. കുടുംബജീവിതത്തിൽ ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജീവിത പങ്കാളി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹമാണ് ദൈവം ഏറ്റവും അധികമായി വിലമതിക്കുന്നത്. ജീവിത പങ്കാളിയിൽ സന്തോഷം കണ്ടെത്തണം. അതിന് ശേഷമാണ് മക്കൾക്കുള്ള സ്ഥാനമുള്ളത്. നിങ്ങൾ പിന്നെ കല്യാണം കഴിച്ചിട്ട് പിന്നെയാണ് നിങ്ങൾ മക്കൾക്ക് ജന്മം കൊടുക്കേണ്ട കാര്യം ചിന്തിക്കേണ്ടത്. അത് രണ്ടാം സ്ഥാനമുള്ളൂ മക്കൾക്ക്. ആദ്യത്തെ സ്ഥാനം ആർക്കാണ്? ജീവിത പങ്കാളിക്കാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പങ്കാളിയെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം അങ്ങനെ ജീവിത പങ്കാളിയെ സ്നേഹിച്ച് മക്കൾക്ക് ജന്മം നൽകി. എന്തിനാ? നിങ്ങൾ പെരുകണം. നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പെരുകണം. അടുത്ത വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഈ വചനം ലംഘിച്ചിട്ടുണ്ടോ, പാലിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു. നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് സംഖ്യ എങ്ങനെ ഉണ്ടായിരുന്നു? 10 മക്കൾ, 17 മക്കളൊക്കെ. അപ്പൻ്റെ കാലത്തൊക്കെ 17 മക്കളൊക്കെ ആയിരിക്കും അല്ലേ? അത് കുറഞ്ഞ് അപ്പൻ്റെ കാലം വന്നപ്പോൾ എത്രയായി? 12ആയി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അപ്പൻ്റെ കാലം വന്നപ്പോൾ എത്രയായി? അത് 7ആയി. 7, 6ഒക്കെ. നിങ്ങളുടെ കാലം വന്നപ്പോഴോ 3ആയി. നിങ്ങളുടെ മക്കളുടെ കാലം വന്നപ്പോഴോ? കുടുംബത്തിൽ നമ്മൾ ഒന്ന്, നമുക്കൊന്ന് എന്ന് പറഞ്ഞിരിക്കുക. അനേക 11 ലക്ഷം വീടുകൾ ഇന്ന് വെറുതെ ഒഴിഞ്ഞു കിടക്കുക കേരളത്തിൽ എന്ന് കേട്ടിട്ടുണ്ട്. മക്കളില്ല, താമസിക്കാൻ അനന്തരാവകാശം ഇല്ലാത്തതുകൊണ്ട് ബംഗാളുകാർക്കും ബീഹാറുകാർക്കും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുക. ഒറീസക്കാർ, ബംഗാളുകാർ, ബീഹാറുകാർ എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹാലയിൽ 11 ലക്ഷം വീടുകൾ വെറുതെ ഇട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആളില്ലെന്നാണ് സർവേയിൽ മനസ്സിലാക്കിയത്. കുടുംബങ്ങൾ അന്യം നിന്ന് പോവുകയാണ്. സ്കൂൾ അടച്ചുപൂട്ടൽ എന്ന് കേട്ടല്ലോ, കുടുംബങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ശരിക്കും ദൈവം ഈ മക്കളെ തരുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ മക്കളെ തരണത് വലിയ ബാധ്യതയാണ്. 2 തന്നെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര കഷ്ടത. അപ്പോൾ ഈ 8-10 ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനങ്ങളെല്ലാം കൂടെ പോറ്റി പുലർത്തി ഒരു ലെവലിലാക്കണമെങ്കിൽ ചിലവില്ല അച്ഛാ. ഈ ചിലവെല്ലാം എവിടെ നിന്ന് കിട്ടുമെന്നാണ് ചോദിക്കണത്. എൻ്റെ മക്കളെ ഇതൊക്കെ പൊട്ട തെറ്റാണ് അങ്ങനത്തെ ചിന്തിക്കുന്നത്. ഈ മക്കൾ ഓരോന്ന് വീട്ടിൽ വരണത് വലിയ ബ്ലെസ്സിങ് ആണ്. ഓരോരുത്തരും സമ്പത്തുമായിട്ടാണ് വീട്ടിലേക്ക് വരണത്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് സമ്പത്ത് വേണോ? ധാരാളം മക്കളെ സ്വീകരിക്കുക.
നിങ്ങളുടെ കുടുംബം നല്ല കുടുംബമായിട്ട് ഉയർന്നു വരണം. നിങ്ങൾ മക്കളെ സ്വീകരിക്കുക. വേറെ നിങ്ങൾ തലകുത്തി മറിയൊന്നും പോകണ്ട. നിങ്ങൾ ഇനി കാനഡയ്ക്കോ അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയക്കോ ഒന്നും പോകാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകണോ? നിങ്ങൾ അമേരിക്കയിലും അന്റാർട്ടിക്കയിലും പോയ ആളുകളെക്കാൾ വലിയ മുടി ചൂടാൻ മന്നന്മാരെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ധാരാളം കുഞ്ഞുങ്ങളെ പ്രസവിക്കുക. അതെവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? 1 ദിനവൃത്താന്തം 25-ാം അധ്യായം 5-ാം തിരുല്ലോ. അച്ഛൻ ഈ പറയണത് അച്ഛനത് പറയണത് മാത്രമല്ല, കഴിഞ്ഞ 10-20 വർഷമായിട്ട് ആളുകൾ അത് സ്വീകരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇന്ന് അനേക കുടുംബങ്ങളിൽ 8-10 മക്കളുണ്ട്. അവരുടെ എല്ലാം സന്തോഷം കാണണം. വായിച്ചു നോക്കിയേ, 1 ദിനവൃത്താന്തം 25-ാം അധ്യായം 5-ാം തിരുലിഖിതം. ഇവരെല്ലാം രാജാവിൻ്റെ ദീർഘദർശിയായ ഹേമാൻ്റെ പുത്രന്മാരാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവന് നൽകി. എന്തിനാ ദൈവം മക്കളെ നമ്മുടെ കുടുംബത്തിലേക്ക് അയക്കണത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ പ്രത്യേകത, എല്ലാ കുഞ്ഞുങ്ങളും അപ്പനോടും അമ്മയോടും ചെന്ന് ചോദിക്കണത് എന്താണെന്നറിയോ? എനിക്ക് ഐസ്ക്രീം വേണം, എനിക്ക് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങി തരണം എന്നല്ല ചോദിക്കണത്. എനിക്കൊരു കുഞ്ഞുവാവേനെ തരുമോ മമ്മി എന്ന് ചോദിച്ചിട്ട് പിന്നാലെ നടക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങളുടെ ശൂന്യത മാറാൻ ഞങ്ങൾക്കൊരു കമ്പ്യൂട്ടർ വാങ്ങി തന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ ശൂന്യത മാറാൻ ഞങ്ങൾക്കൊരു കളിപ്പാട്ടം വാങ്ങി തന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ ശൂന്യത മാറാൻ ഞങ്ങൾക്ക് കുറേ ഫുഡ് തന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ കൊണ്ട് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഏറ്റവും വലിയ കാറ് വാങ്ങി തന്നിട്ട് കാര്യമില്ല, നല്ല വീടുണ്ടാക്കി തന്നാലും ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കില്ല, ഒരു കുഞ്ഞുവാവേനെ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന ചെറിയ കുട്ടികൾ. ഇപ്പോൾ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹേമാനെ ഉന്നതനാക്കുന്നതിന് ദൈവം തൻ്റെ വാഗ്ദാനം അനുസരിച്ച് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവന് നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കുടുംബത്തിൽ മക്കളുടെ എണ്ണം കുറച്ചത് ഉള്ള മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, ഉള്ള മക്കൾക്ക് നല്ല ആരോഗ്യം കൊടുക്കാൻ, ഉള്ള മക്കൾക്ക് നല്ല ഫുഡ് കൊടുക്കാൻ, ഉള്ള മക്കൾക്ക് നല്ല സ്വഭാവം ഉണ്ടാകാൻ, ഉള്ള മക്കൾക്ക് നല്ല ജീവിത സാഹചര്യങ്ങളുണ്ടാകാൻ, അങ്ങനെ നല്ല ഒരു കുടുംബം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ സത്യത്തിൽ മക്കളുടെ എണ്ണം കുറച്ചത്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് മക്കളുടെ എണ്ണം ഇതുപോലെ കുറച്ചിട്ട് സത്യത്തിൽ കുടുംബത്തിൽ വേദന കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? നിങ്ങളുടെ അഭിപ്രായം എന്ന് പറ. ലോകത്തിൽ വേദന കൂടുകയാണോ കുറയുകയാണോ ചെയ്തിരിക്കുന്നത്? രോഗങ്ങൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തിരിക്കുന്നത്? പണ്ടത്തേക്കാൾ നല്ല റോഡുകളും നല്ല വീടുകളും നല്ല ഫുഡും നല്ല വിദ്യാഭ്യാസവും നല്ല ട്രീറ്റ്മെൻറ്റുകളും എല്ലാം ഇന്ന് നമ്മൾ അവൈലബിൾ ആക്കി. സത്യത്തിൽ മനുഷ്യൻ്റെ വേദന കൂടുകയാണോ കുറയുകയാണോ ചെയ്തിരിക്കുന്നത്? കടലല പോലെ മനുഷ്യൻ്റെ വേദന കൂടി. മനുഷ്യൻ്റെ കടബാധ്യത കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? കുടുംബ പ്രശ്നങ്ങൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ദുഷ്ടത കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? വിശുദ്ധി കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? പ്രാർത്ഥനാരൂപി കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? കുടുംബസ്നേഹം കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? മക്കൾക്ക് മാതാപിതാക്കന്മാരോട് സ്നേഹം കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ഇതൊക്കെ ചെയ്തിട്ട് പണ്ട് ഇത്രയും വലിയ സൗകര്യമൊന്നും ഇല്ലെങ്കിൽ ആ മക്കൾക്ക് അപ്പനോടും അമ്മയോടും അപ്പൻ അമ്മയെന്നുള്ള സ്നേഹം ഉണ്ടായിരുന്നു, അപ്പനമ്മയെന്നുള്ള സ്നേഹം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച അച്ഛൻ UK ചെന്നപ്പോൾ അവിടെ ഒരു അമ്മ ഒരു സങ്കടം പറഞ്ഞു. ആ അമ്മ ഭയങ്കര വേദനയുടെ ഒരു കാര്യം പറഞ്ഞു. 34 കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന അമ്മയാണ്. അത് കുടുംബത്തിലല്ല, ആ ഇടവകയിൽ കുറച്ച് കുട്ടികളേ ഉള്ളൂ. എല്ലാ വീട്ടിലും 1 2 കുട്ടി 2 കുട്ടിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ 34 കുട്ടികളെ ഇങ്ങനെ ഇരുത്തിയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ഒരു 5ലും 6ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, 4ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അമ്മ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ മമ്മി നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നില്ലെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് സങ്കടമാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ UK നിങ്ങളുടെ കേരളത്തിൽ വന്ന് തിരിച്ച് ചെന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റി മരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ മരിച്ചാൽ, മമ്മീനെ കാണാതിരുന്നാൽ
ഈശോയെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കണം, ഈശോയോട് സ്നേഹം ഉണ്ടാകണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ടീച്ചർ ഇത് പറയാൻ തുടങ്ങിയത്. നിങ്ങളുടെ മമ്മി ക്യാൻസർ വന്ന് മരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ മമ്മി അപകടത്തിൽപ്പെട്ട് വിമാന അപകടത്തിൽ തകർന്നു മരിച്ചു, നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നില്ല, നിങ്ങൾക്ക് മമ്മീനെ കാണാൻ തിരിച്ചു വരാതെ വരുമ്പം നിങ്ങൾക്ക് വിഷമാവില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടികൾ 34 കുട്ടികളിൽ 2 കുട്ടികൾ പറഞ്ഞ് ഞങ്ങൾക്ക് മമ്മീനെ മിസ്സാവും എന്ന് പറഞ്ഞു, മിസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് അവരുടെ രീതിയായിരിക്കും മിസ് ചെയ്യുക എന്ന് പറഞ്ഞത്. പിന്നെ 32 കുട്ടികളും പറഞ്ഞു മമ്മി പോയാൽ ഞങ്ങൾക്ക് സൺഡേയിൽ ഫുഡ് കിട്ടില്ല, ബിരിയാണി കിട്ടില്ല എന്ന് പറഞ്ഞു. അതുള്ള അവർക്ക് ആകെ ഒരു നഷ്ടം, വേറൊരു കുഴപ്പമില്ല അവർക്ക്. കുട്ടികൾക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാകാനും കുട്ടികൾ കൂടുതൽ നമ്മളെ അംഗീകരിക്കാനും വേണ്ടി നമ്മൾ കുട്ടികളുടെ എണ്ണമെല്ലാം കുറച്ച് 1 ആക്കി 2 ആക്കി. പക്ഷേ അവർക്ക് ഹൃദയത്തിലുള്ള വൈകാരിക ബന്ധം നിലച്ചു പോവുകയാണ് ചെയ്യുന്നത്. ക്രൂരതയും ദുഷ്ടതയും കൂടുകയാണ് ചെയ്യുന്നത്. മക്കളില്ലാത്ത തലമുറ വരുമ്പോൾ ക്രൂരതയും ദുഷ്ടതയും കൂടും. ഞങ്ങൾക്ക് ബിരിയാണി കിട്ടില്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടായാലെന്ന് പറഞ്ഞു. 2 കുട്ടികൾ മാത്രം പറഞ്ഞു ഞങ്ങൾക്ക് മമ്മീനെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 34 കുട്ടികളിൽ അത്രേ പറഞ്ഞു. അത്രയുള്ള അവർക്ക് ഫീലിങ്. മമ്മി ഇല്ലെങ്കില്ല, ഓക്കെ ഐ ആം ഓക്കെ എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ എണ്ണം കുറച്ച് കഴിയുമ്പോൾ ഉള്ള കുട്ടികൾ നല്ല സ്നേഹമുള്ളവരും നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ളവരും നല്ല കുടുംബത്തോട് കൂറുള്ളവരാണെന്ന് വിചാരിക്കരുത്. കുടുംബത്തോട് കൂറില്ലാത്തവർ, സഭയോട് കൂറില്ലാത്തവർ, രാജ്യത്തോട് കൂറില്ലാത്തവരുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അവസ്ഥ നല്ല സ്ഥിതി ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബം ഉയർത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയെ അറിയാതെ പോകരുത്. അതിൽ വലിയ ഒരു കാര്യമാണ് സന്താനപുഷ്ടി. സന്താനപുഷ്ടി. ദൈവം ആദത്തെയും ഹവ്വയെയും ഭൂമിയിൽ സൃഷ്ടിച്ചു. ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് അവരോടുള്ള സ്നേഹം അതീവ സ്നേഹമാണ്. അതുകൊണ്ട് ദൈവത്തിന് അവർക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കാൻ ആഗ്രഹം. അവർക്ക് വിശുദ്ധി കൊടുക്കണം, അവർക്ക് പ്രാർത്ഥനാരീതി ഉണ്ടാകണം, അവർക്ക് സ്നേഹം വേണം, അവർക്ക് സമാധാനം വേണം, സാമ്പത്തിക വേണം, അവർക്ക് നല്ല ആരോഗ്യം വേണം, അവർക്ക് രോഗമൊന്നും വരരുത്, അവരുടെ കുടുംബത്തിൽ വഴക്കൊന്നും ഉണ്ടാകരുത്, അവർക്ക് കണ്ണുനീര് വരരുത്. ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും നല്ലതുണ്ടാകണമെന്ന് ദൈവത്തിന് ആഗ്രഹം. അതുകൊണ്ട് അതെല്ലാം ഒരു അനുഗ്രഹമായി കൊടുക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം നോക്കി ഇവർക്ക് ഇതെല്ലാം ഉണ്ടാകാൻ വേണ്ടി ഏത് അനുഗ്രഹമാണ് കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് ദൈവം കൊടുത്തൊരു തലപ്പെട്ട അനുഗ്രഹമുണ്ട്. എല്ലാ നന്മകളും ഈ ആദത്തിനും ഹവ്വയ്ക്കും ഉണ്ടാകാൻ വേണ്ടി ദൈവം അവരെ ഇങ്ങനെയാണ് അനുഗ്രഹിച്ചത്. വായിച്ചു നോക്കിയേ, ഉൽപ്പത്തി 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ വേണ്ടി ഒരൊറ്റ സിംഗിൾ അനുഗ്രഹം കൊടുത്തത് ഏത് അനുഗ്രഹമാണെന്നറിയാവോ? സന്താനപുഷ്ടി. നമ്മുടെ കാരണവന്മാർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നെങ്കിലും കാരണവന്മാർക്ക് അത് അറിയായിരുന്നു. അതുകൊണ്ട് അവർ എത്ര കഷ്ടത സഹിച്ചും അവർ മക്കളെ സ്വീകരിക്കുമായിരുന്നു. ഞാൻ പാലായിൽ ചെന്നപ്പം പാലായിലെ ഒരു കുടുംബം, ആ കുടുംബത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എനിക്ക് സന്തോഷമായ കുടുംബം. ആ കുടുംബത്തിൽ ഒരു അമ്മ മാത്രമുള്ളൂ, അപ്പൻ മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ. 10 മക്കളെ സ്വീകരിച്ചതിന് ശേഷമാണ് അതിന് ശേഷമാണ് അപ്പം മരിച്ചത്. ഈ 10 മക്കളെ ഓർത്ത് ഈ അമ്മ സന്തോഷിക്കുകയാണ്. അമ്മ പറഞ്ഞു, എൻ്റെ ചേട്ടൻ മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇനിയൊരു 5 എണ്ണം കൂടെ കിട്ടിയേനെ, പക്ഷേ എൻ്റെ ചേട്ടൻ നേരത്തെ മരിച്ചു പോയല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം 95 വയസ്സായിട്ടുണ്ട്. ഹല്ലേലൂയ. നല്ല തെളിഞ്ഞ മുഖമുള്ള ഒരമ്മ, 10 മക്കൾ, അതിൽ 5 മക്കൾ സ്പെഷ്യൽ സ്കൂളിൽ ട്രെയിനിങ് കൊടുക്കേണ്ട കുട്ടികളില്ല. അതെന്തായിരിക്കും? സ്പെഷ്യൽ സ്കൂളിലാണ് പഠിപ്പിക്കേണ്ടത് ആ കുട്ടികളെ. അങ്ങനത്തെ സാധാരണ നോർമൽ ഉള്ള കുട്ടികളല്ല 5 കുട്ടികൾ. ആ 5 കുട്ടികൾ ജനിച്ചപ്പോൾ എന്നാൽ പിന്നെ വേണ്ട, ഇങ്ങനത്തെ കുട്ടികളാണെങ്കിൽ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. ഈ അമ്മ പറഞ്ഞ് എനിക്ക് ഇനിയും വേണം. ഇങ്ങനെ അവർ രണ്ടുപേരും ജീവനോട് ഓപ്പൺസ് ഉള്ളവരായതുകൊണ്ട് ദൈവം കൊടുത്ത മക്കളെ 10 മക്കളെ സ്വീകരിച്ചപ്പോഴേക്കും പിന്നെ ചേട്ടൻ മരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഈ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണെന്നറിയോ? അവർക്ക് ഒരു സ്ഥലമൊന്നുമില്ല. ഒരു ചെറിയ കുടിൽ. അവർ ജീവിക്കണത് ഈ തെങ്ങിൽ നിന്ന് വീഴുന്ന ഈ ഓലയുണ്ടല്ലോ, അത് ഇങ്ങനെ
ചീന്തി ഈർക്കലി ഉണ്ടാക്കി അത് ചൂലാക്കി കെട്ടിക്കൊണ്ട് കൊടുത്ത് വിറ്റാണ് കുടുംബം കഴിയണത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ആ ഈർക്കിലി ഉണ്ടാക്കി ഈർക്കിലിയും കൊണ്ട് ചൂലുണ്ടാക്കി ചൂല് കൊടുത്ത് വിറ്റ് ആ കുട്ടികളെ വളർത്തി. അതിൽ 5 എണ്ണം ഇതുപോലെ സ്പെഷ്യൽ സ്കൂളിൽ വിടേണ്ട കുട്ടികൾ. എന്നിട്ട് അവരുടെ കുടുംബം ഇപ്പോൾ അവരുടെ കുടുംബം ഭയങ്കര വലിയ വലിയ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമാണ് ഈ 10 മക്കളും. ഈ വല്യമ്മ ഒരു റാണി പോലെ ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോഴാണ് വല്യമ്മ പറഞ്ഞത്, എൻ്റെ ചേട്ടൻ മരിച്ചില്ലായിരുന്നെങ്കിൽ 5 എണ്ണം കൂടെ ഉണ്ടായേനെ, അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അനുഗ്രഹം ഉണ്ടായേനെ എന്ന് പറഞ്ഞു. 95 വയസ്സുണ്ട്, നല്ല സ്ഥിതിയിലിരിക്കുകയാണ്. ഈ സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചതിനൊക്കെ ആദ്യം ജോലി കിട്ടി. ആ 5 കുട്ടികൾക്ക് ആദ്യം ജോലി, പിന്നെ മറ്റവർക്കും ജോലി കിട്ടി. 10 മക്കളും നല്ല ജോലിക്കാർ. പ്രൈസ് ദി ലോർഡ്. രോഗമൊന്നും കാര്യമായിട്ട് വരണില്ല, ആവശ്യമില്ലാത്ത വഴക്കം വെക്കാനൊന്നുമില്ല. ഇതുങ്ങളെല്ലാം ഒരുമിച്ച് കൂടും, ഇതുങ്ങളെല്ലാം തമ്മിൽ ഭയങ്കര സപ്പോർട്ട്, സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതി, സമാധാനം, പ്രാർത്ഥന, ജീവൻ, ഓളം, സന്തോഷം ഒക്കെ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളുടെ മക്കളെല്ലാം കൂടിക്കഴിഞ്ഞാൽ ആരവങ്ങളാണ്, സന്തോഷമാണ്, ആരവാണ്. വീട്ടിൽ ചെന്നാൽ പോരാൻ തോന്നില്ല, അതേപോലെ പിള്ളേരുടെ കളിയും ചിരിയാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ മക്കളെ സ്വീകരിക്കും. കുറേ സമ്പത്ത്, കോടിക്കണക്കിന് രൂപ കെട്ടിവെച്ചിട്ട് വേണം മക്കളെ ജനിപ്പിക്കാനെന്നൊരു നിബന്ധനയൊന്നും ഇല്ല. ശരിക്കും മക്കൾ വന്നു കഴിയുമ്പോഴാണ് കുടുംബത്തിൽ ഈ കോടിക്കണക്കിന് രൂപ വരണത്. അതാണ് അതിൻ്റെ ക്രമീകരണം. ഹേമാനെ ഉന്നതനാക്കുന്നതിന് ദൈവം തൻ്റെ വാഗ്ദാനം അനുസരിച്ച് 14 പുത്രന്മാരെയും 3. അപ്പം നല്ല വലിയ കുടുംബത്തെക്കുറിച്ച് നല്ല സന്തോഷം തോന്നണം നമ്മുടെ മനസ്സിൽ, അതിനോട് സ്നേഹം തോന്നണം. മക്കൾ ജനിക്കുന്നതിനെക്കുറിച്ച് വലിയ സ്നേഹം നമുക്ക് തോന്നണം, നമ്മുടെ മനസ്സിൽ തോന്നണം. എന്ന് വെച്ചാൽ അതൊരു നഷ്ടമല്ല, രാജ്യത്തിനൊരു ബാധ്യതയല്ല. രാജ്യത്തിന് മക്കൾ, നമ്മുടെ സന്താനപുഷ്ടി രാജ്യത്തിന് അത് ഒരു പുഷ്ടിയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഒരു കോൾഗേറ്റിൻ്റെ ഒരു ബ്രഷ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെങ്കിൽ ജനങ്ങളില്ലാത്ത രാജ്യത്ത് ബ്രഷ് ഉണ്ടാക്കി അവിടെ കിടക്കുകയുള്ളൂ. ഇന്ത്യയിൽ ഓരോ ബ്രഷ് ഓരോരുത്തർ കൊടുക്കണമെങ്കിൽ 130 കോടി ഉണ്ടാക്കണം. എത്ര ബിസിനസ്സാണ്, എത്ര ആൾക്ക് ജോലിയാണ്. മക്കൾ വരുന്നതോടുകൂടിയാണ് ജോലി ഉണ്ടാകുന്നത്. തൊഴിലില്ലായ്മ വരണത് മക്കളില്ലാത്ത രാജ്യത്താണ്. തൊഴിലില്ലായ്മ ജനങ്ങൾ എവിടെ കൂടുതലുണ്ട് അവിടെ തൊഴിലിഷ്ടം പോലെയാണ്. കാരണം എന്താ, അവർക്ക് കളിക്കാൻ, അവർക്ക് സഞ്ചരിക്കാൻ റോഡ് വേണം, അവർക്ക് സഞ്ചരിക്കാൻ വണ്ടി വേണം, അവർക്ക് അതിന് സാധനം ഉണ്ടാക്കണം, അവർക്ക് കളിപ്പാട്ടം ഉണ്ടാക്കണം, ബിസ്ക്കറ്റ് ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കണം, ചെരുപ്പുണ്ടാക്കണം, തൊപ്പി ഉണ്ടാക്കണം, ബാഗ് ഉണ്ടാക്കണം, കുടയുണ്ടാക്കണം, സ്കൂളുണ്ടാക്കണം, ടീച്ചർമാർക്ക് ജോലിയായി എന്നൊക്കെ പറഞ്ഞ് ഓരോ കുട്ടി ജനിക്കുമ്പോൾ തൊഴിലുമായിട്ടാണ് ജനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ രാത്രി കർത്താവിനോട് നമുക്ക് ഒരു ആഗ്രഹം ചോദിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ മക്കളോടൊരു സ്നേഹം തരണേ. ഈ അന്ത്യകാലം വരുമ്പോൾ ഒരു വിനാശകാലം ഉണ്ടാവും. അന്നത്തെ പ്രത്യേകതയാണ് മക്കളോട് സ്നേഹമില്ലാത്ത ഹൃദയമുള്ള അപ്പനമ്മമാരുണ്ടാവും. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾക്ക്, ഞങ്ങളുടെ സന്താനങ്ങൾക്ക് മക്കളോട് സ്നേഹം തരണമെന്ന് പറഞ്ഞ് ഉറക്കെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മക്കളോടും മക്കളുടെ മക്കളോടും തലമുറകളോടും സ്നേഹമുള്ള, കുടുംബത്തോട് കൂറുള്ളൊരു ഹൃദയം നൽകണം കർത്താവേ. കുടുംബത്തോടും ദേശത്തോടും കൂറുള്ളൊരു ഹൃദയം നൽകണമേ കർത്താവേ. ദൈവമേ, ദൈവവചനത്തിൻ്റെ വഴികളെ മനസ്സിലാക്കാൻ സഹായിക്കണമേ കർത്താവേ. എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് പഠിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം ദിവ്യകാരുണ്യ ഈശോയെ ഉയർത്തി ആശീർവാദം നൽകുന്ന സമയത്ത് കുറേ നേരം കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി, യേശുവേ, യേശുവേ, ഞാനിതാ അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടെ എളിമപ്പെടുന്നു, എന്നെ രക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാം. വലിയ കൃപ, വലിയ സൗഖ്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ വർഷിക്കപ്പെടുന്ന സമയമാണ്. 2 കരങ്ങൾ ഉയർത്തുക, ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ,
നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.